Hello students, welcome back to Plus 2 Economics Online Classroom. എല്ലാവരും വീടുകളിൽ സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. In this class, we are going to discuss about Part 2 Macroeconomics Chapter 2. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് Part 2 Macroeconomicsലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് ശ്രദ്ധിച്ചോളൂ. നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ്, ദേശീയ വരുമാനം കണക്കാക്കൽ. മാക്രോ എക്കണോമിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചാപ്റ്ററുകളിൽ ഒന്നാണ് ഈ ചാപ്റ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കണം. ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? ദേശീയ വരുമാനം കണക്കാക്കൽ, നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ്. ചാപ്റ്ററിന്റെ ഈ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതെന്ന്. ഓൾറൈറ്റ്, യെസ്, നാഷണൽ ഇൻകം, ദേശീയ വരുമാനത്തെക്കുറിച്ചും ആൻഡ് ഹൗ ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ഓർ ഹൗ ടു മെഷർ നാഷണൽ ഇൻകം. ദേശീയ വരുമാനം എങ്ങനെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ എങ്ങനെ അളക്കാം, ഇതിനെക്കുറിച്ചാണ് ത്രൂ ഔട്ട് ആയിട്ട് ഈ ചാപ്റ്ററിലുടനീളം നമ്മൾ പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, വാട്ട് ഈസ് നാഷണൽ ഇൻകം? എന്താണ് ദേശീയ വരുമാനം? ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പ്ലസ് 1 ഇന്ത്യൻ എക്കോണമിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സിംപ്ലി വി ക്യാൻ ഡിഫൈൻ നാഷണൽ ഇൻകം ഈസ് ദി ഇൻകം ഓഫ് ദി പീപ്പിൾ ഓഫ് എ നേഷൻ ഡ്യൂറിങ് എ ഇയർ. ഒരു രാജ്യത്തിലെ ജനതയുടെ ഒരു വർഷത്തെ വരുമാനത്തെയാണ് ദേശീയ വരുമാനമെന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ലളിതമായിട്ട് നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാം. ആൻഡ് ബ്രോഡ്ലി നാഷണൽ ഇൻകം ഈസ് ഡിഫൈൻഡ് ആസ് sum total of the money value of all the final goods and services produced in a country during a year. കുറച്ചും കൂടെ വിശാലമായിട്ട് പറയുകയാണെങ്കിൽ ദേശീയ വരുമാനത്തെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് ദേശീയ വരുമാനം. ഡെഫിനിഷൻ പഠിച്ചു. എന്താണ്? ഇറ്റ് ഈസ് ദി സം ടോട്ടൽ ഓഫ് ദി മണി വാല്യൂ ഓഫ് ഓൾ ദി ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഇയർ. ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് ദേശീയ വരുമാനം. ഓക്കെ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ട് നാഷണൽ ഇൻകം എന്താണെന്ന് പഠിച്ചു. ഇൻ ദിസ് ക്ലാസ് we are going to discuss about the basic concept related to national income. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഏതൊക്കെയാണെന്ന് ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് വൺ, ഫൈനൽ ഗുഡ്സ്, അന്തിമ ഉൽപ്പന്നങ്ങൾ. സെക്കൻഡ് വൺ, ഇന്റർമീഡിയറ്റ് ഗുഡ്സ്, അന്തരാള ഉൽപ്പന്നങ്ങൾ. തേർഡ് വൺ, കൺസംഷൻ ഗുഡ്സ്, ഉപഭോഗ വസ്തുക്കൾ. ഫോർത്ത് വൺ, ക്യാപിറ്റൽ ഗുഡ്സ്, മൂലധന വസ്തുക്കൾ. ഫിഫ്ത്ത് വൺ, ഡിപ്രീസിയേഷൻ ഓർ കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ, തേയ്മാനം അല്ലെങ്കിൽ സ്ഥിര മൂലധനത്തിന്റെ ഉപഭോഗം, ആ പേരിൽ കൂടെ അറിയപ്പെടുന്നു. ഫൈനൽ വൺ, സ്റ്റോക്സ് ആൻഡ് ഫ്ലോസ്, ശേഖരങ്ങളും പ്രവാഹങ്ങളും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് വൺ, ഫൈനൽ ഗുഡ്സ്, അന്തിമ ഉൽപ്പന്നങ്ങൾ. ഗുഡ്സ് യൂസ്ഡ് ഫോർ ദി ഫൈനൽ കൺസംഷൻ ആൻഡ് നോട്ട് അഗെയിൻ സബ്ജക്റ്റഡ് ടു ദി പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്സ് ഈസ് called as final goods. അന്തിമമായ ഉപഭോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും വീണ്ടും ഉൽപാദന പ്രക്രിയയ്ക്ക് വിധേയമാക്കാത്തതുമായ സാധനങ്ങളെ അന്തിമ ഉൽപ്പന്നങ്ങൾ എന്ന് വിളിക്കുന്നു. എന്താണ്? ഗുഡ്സ് യൂസ്ഡ് ഫോർ ദി ഫൈനൽ കൺസംഷൻ ആൻഡ് നോട്ട് അഗെയിൻ സബ്ജക്റ്റഡ് ടു ദി പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്സ്. അന്തിമമായ ഉപഭോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും
വീണ്ടും ഉൽപാദന പ്രക്രിയയ്ക്ക് വിധേയമാക്കാത്തതുമായ സാധനങ്ങളെയാണ് അന്തിമ ഉൽപ്പന്നങ്ങൾ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾസ് നോക്കിക്കോളൂ. ക്ലോത്ത്സ് വസ്ത്രങ്ങൾ, ഹൗസ് വീട്, ഷൂസ് ചപ്പൽസ് ചെരിപ്പ്, സ്കൂൾ ബാഗ്സ് സൈക്കിൾ, ഫുഡ് ഐറ്റംസ് ഭക്ഷണ സാധനങ്ങൾ, TV, മോട്ടോർ സൈക്കിൾ എക്സെട്ര. ഇനിയും വേറെയും ഒരുപാട് എക്സാമ്പിളുകൾ നമുക്ക് കൊടുക്കാം. കൂടുതൽ എക്സാമ്പിളുകൾ നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഫൈനൽ ഗുഡ്സ് അന്തിമ ഉൽപ്പന്നങ്ങൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് വൺ, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് അന്തരാള ഉൽപ്പന്നങ്ങൾ. ഗുഡ്സ് യൂസ്ഡ് ആസ് ആൻ ഇൻപുട്ട് ഫോർ പ്രൊഡ്യൂസിംഗ് അതർ ഗുഡ്സ് ഈസ് കോൾഡ് ആസ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. മറ്റൊരു സാധനത്തിൻ്റെ ഉൽപാദനത്തിന് വേണ്ടി ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെ അന്തരാള ഉൽപ്പന്നങ്ങൾ അഥവാ മധ്യമ സാധനങ്ങൾ എന്ന് പറയുന്നു. എന്താണ്? ഗുഡ്സ് യൂസ്ഡ് ആസ് ആൻ ഇൻപുട്ട് ഫോർ പ്രൊഡ്യൂസിംഗ് അതർ ഗുഡ്സ്. മറ്റൊരു സാധനത്തിൻ്റെ ഉൽപാദനത്തിന് വേണ്ടി ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് അന്തരാള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ മധ്യമ സാധനങ്ങൾ എന്ന് പറയുന്നത്. എക്സാമ്പിളുകൾ നോക്കിക്കോളൂ. കോട്ടൺ ത്രെഡ് യൂസ്ഡ് ടു മേക്ക് ക്ലോത്ത്സ്. വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നതിനാവശ്യമായ നൂൽ. ഇവിടെ നൂലാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് സിമന്റ്, സാൻഡ്, ബ്രിക്സ് എക്സെട്ര യൂസ്ഡ് ടു കൺസ്ട്രക്ട് ഹൗസസ്. വീട് ഉണ്ടാക്കുന്നതിനു വേണ്ടി വരുന്ന സിമന്റ്, കല്ല്, മണൽ, ഇഷ്ടിക തുടങ്ങിയവ. ഇവിടെ സിമന്റ്, കല്ല്, മണൽ, ഇഷ്ടിക ഇവയാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് അല്ലെങ്കിൽ അന്തരാള ഉൽപ്പന്നങ്ങൾ. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കോളൂ. ലെതർ യൂസ്ഡ് ടു മേക്ക് ഷൂസ്. ഷൂ ഉണ്ടാക്കുന്നതിന് വേണ്ട തുകൽ. പ്ലാസ്റ്റിക് മെറ്റീരിയൽ യൂസ്ഡ് ടു മേക്ക് ബാഗ്സ്. ബാഗ് ഉണ്ടാക്കാൻ വേണ്ട പ്ലാസ്റ്റിക്. സ്റ്റീൽ യൂസ്ഡ് ഇൻ ദി മാനുഫാക്ചർ ഓഫ് സൈക്കിൾ. സൈക്കിൾ ഉണ്ടാക്കുന്നതിന് വേണ്ട ഇരുമ്പ്. നെക്സ്റ്റ് വീറ്റ് യൂസ്ഡ് ടു മേക്ക് ബ്രെഡ്. ബ്രെഡ് ഉണ്ടാക്കുന്നതിനാവശ്യമായ ഗോതമ്പ് പൊടി. ഓക്കെ, ഇനിയും എക്സാമ്പിളുകൾ ഉണ്ട്. കൂടുതൽ എക്സാമ്പിളുകൾ നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് അന്തരാള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ മധ്യമ സാധനങ്ങൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നെക്സ്റ്റ് തേർഡ് വൺ, കൺസംഷൻ ഗുഡ്സ് ഓർ കൺസ്യൂമർ ഗുഡ്സ്. ഉപഭോഗ വസ്തുക്കൾ. ഗുഡ്സ് which are not subjected to a further process of production and used by the consumer directly is called as consumption goods or consumer goods. ഉൽപാദന പ്രക്രിയയ്ക്ക് വീണ്ടും വിധേയമാക്കാത്തതും ഉപഭോക്താവ് നേരിട്ട് ഉപഭോഗത്തിന് വിനിയോഗിക്കുകയും ചെയ്യുന്ന വസ്തുക്കളാണ് ഉപഭോഗ വസ്തുക്കൾ. എന്തായിരുന്നു? ഗുഡ്സ് വിച്ച് ആർ നോട്ട് സബ്ജക്റ്റഡ് ടു എ ഫർദർ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് യൂസ്ഡ് ബൈ ദി കൺസ്യൂമർ ഡയറക്ട്ലി. ഉൽപാദന പ്രക്രിയയ്ക്ക് വീണ്ടും വിധേയമാക്കാത്തതും ഉപഭോക്താവ് നേരിട്ട് ഉപഭോഗത്തിന് വിനിയോഗിക്കുകയും ചെയ്യുന്ന വസ്തുക്കളാണ് ഉപഭോഗ വസ്തുക്കൾ. There are two types of consumption goods or consumer goods. ഉപഭോഗ വസ്തുക്കൾ രണ്ട് തരത്തിലാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഡ്യൂറബിൾ ഗുഡ്സ്, ഈടുള്ള വസ്തുക്കൾ. സെക്കൻഡ് വൺ നോൺ ഡ്യൂറബിൾ ഗുഡ്സ്, ഈടില്ലാത്ത വസ്തുക്കൾ. അപ്പോൾ ഏതൊക്കെയാണ് ഡ്യൂറബിൾ ഗുഡ്സ് ആൻഡ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ്? ഈടുള്ള വസ്തുക്കളെന്നും ഈടില്ലാത്ത വസ്തുക്കളെന്നും. ഫസ്റ്റ് വൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്താണെന്ന് നോക്കാം. ഡ്യൂറബിൾ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് ദാറ്റ് ലാസ്റ്റ് ലോങ്, ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ദാറ്റ് മീൻസ് നോൺ പെരിഷബിൾ. ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന
വസ്തുക്കളാണ് ഈടുള്ള വസ്തുക്കൾ. ഇവ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നവയായിരിക്കും. എന്താണ്? ഡ്യൂറബിൾ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് ദാറ്റ് ലാസ്റ്റ് ലോങ്, ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. നോൺ പെരിഷബിൾ ആണ്. ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കളാണ് ഈടുള്ള വസ്തുക്കൾ. ഇവ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നവയായിരിക്കും. എക്സാമ്പിളുകൾ ശ്രദ്ധിച്ചോളൂ, അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാർ, സ്കൂട്ടർ, TV, കമ്പ്യൂട്ടർ എക്സെട്ര. ഇനിയും ഒരുപാട് എക്സാമ്പിളുകൾ ഉണ്ട്. കൂടുതൽ എക്സാമ്പിളുകൾ നിങ്ങൾ കണ്ടുപിടിക്കുക. കൂടുതൽ കാലത്തേക്ക്, ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കളാണ് ഈടുള്ള വസ്തുക്കൾ. ഓക്കെ, ലാസ്റ്റ് ലോങ്, വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നവയായിരിക്കും. ആ വാക്ക് ശ്രദ്ധിക്കണം, നോൺ പെരിഷബിൾ. എന്താണ് പെരിഷബിൾ എന്ന് പറഞ്ഞാൽ? നശിച്ചു പോകുന്ന അല്ലെങ്കിൽ ഡാമേജ് ആയി പോകുന്ന എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോൺ പെരിഷബിൾ ആണ് എന്ന് വെച്ചാൽ പെട്ടെന്ന് നശിച്ചു പോകാത്തവയാണ്, കൂടുതൽ കാലം ഈട് നിൽക്കുന്നവയാണ്, ലാസ്റ്റ് ലോങ് ആണ്. ഓക്കെ ആണല്ലോ. സെക്കൻഡ് കാറ്റഗറി, നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ആർ പെരിഷബിൾ വിത്ത് കൺസംഷൻ ആൻഡ് ലാസ്റ്റ് ഓൺലി ഫോർ ഷോർട്ട് പീരിയഡ്. കുറച്ചു കാലത്തേക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കളെയാണ് ഈടില്ലാത്ത വസ്തുക്കൾ എന്ന് പറയുന്നത്. ഡ്യൂറബിൾ ഗുഡ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. എന്താണ്? നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ആർ പെരിഷബിൾ വിത്ത് കൺസംഷൻ ആൻഡ് ലാസ്റ്റ് ഓൺലി ഫോർ ഷോർട്ട് പീരിയഡ്. കുറച്ചു കാലത്തേക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കളെയാണ് ഈടില്ലാത്ത വസ്തുക്കൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ശ്രദ്ധിച്ചോളൂ. ഫുഡ് ഐറ്റംസ്, ഭക്ഷണ സാധനങ്ങൾ. ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങൾ. വെജിറ്റബിൾസ്, പച്ചക്കറികൾ എക്സെട്ര. ഇനിയും ഒരുപാട് എക്സാമ്പിളുകൾ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇവിടെ പെരിഷബിൾ ആണ് ഗുഡ്സ്, പെട്ടെന്ന് നശിച്ചു പോകുന്നവയാണ്, കുറച്ചു കാലത്തേക്ക് മാത്രമേ അത് നിൽക്കുകയുള്ളൂ. ഓക്കെ, നിങ്ങൾക്കറിയാം ഫുഡ് ഐറ്റംസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതൊക്കെ ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിൽക്കാത്ത വസ്തുക്കളാണ്, കുറച്ചു കാലത്തേക്ക് മാത്രം നിൽക്കുന്ന വസ്തുക്കളാണ്, പെരിഷബിൾ ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് കാറ്റഗറിയും ഓക്കെ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ്, ക്യാപിറ്റൽ ഗുഡ്സ്, മൂലധന വസ്തുക്കൾ. ഗുഡ്സ് once produced and which can be used again for production is called as capital goods. ഒരിക്കൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതും ഭാവിയിൽ വീണ്ടും ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്നതുമായ വസ്തുക്കളെ മൂലധന വസ്തുക്കൾ എന്ന് പറയുന്നു. എന്താണ്? ഗുഡ്സ് once produced and which can be used again for production. ഒരിക്കൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതും ഭാവിയിൽ വീണ്ടും ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്നതുമായ വസ്തുക്കളെ മൂലധന വസ്തുക്കൾ എന്ന് പറയുന്നു. എക്സാമ്പിളുകൾ ശ്രദ്ധിച്ചോളൂ. മെഷീനറി ഓർ മെഷീൻസ്, യന്ത്ര ഉപകരണങ്ങൾ. ഫാക്ടറി, ബിൽഡിങ്സ്, കെട്ടിടങ്ങൾ എക്സെട്ര. ദീസ് ആർ ദി എക്സാമ്പിൾസ് ഫോർ ക്യാപിറ്റൽ ഗുഡ്സ്. മൂലധന വസ്തുക്കൾക്കുള്ള കുറച്ച് എക്സാമ്പിളുകളാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് കോൺസെപ്റ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക് ശ്രദ്ധിച്ചോളൂ. ഡിപ്രീസിയേഷൻ ഓർ കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ. തേയ്മാനം അഥവാ സ്ഥിരമൂലധനത്തിന്റെ ഉപഭോഗം. ദി wear and tear of capital goods is called as depreciation. That is, the loss of value of fixed assets due to normal wear and tear is called as depreciation or consumption of fixed capital. മൂലധന വസ്തുക്കൾക്കുണ്ടാകുന്ന ക്ഷയത്തിനാണ് തേയ്മാനം എന്ന് പറയുന്നത്. അതായത് മൂലധന വസ്തുക്കൾ ഉപയോഗിച്ച് തുടർച്ചയായി ഉൽപാദനം നടത്തുമ്പോൾ ഇവയുടെ മൂല്യത്തിനുണ്ടാകുന്ന ശോഷണത്തെ തേയ്മാനം അല്ലെങ്കിൽ സ്ഥിരമൂലധനത്തിന്റെ ഉപഭോഗം എന്ന് പറയുന്നു.
എന്താണ്? ഇറ്റ് ഈസ് ദി ലോസ് ഓഫ് വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് ഡ്യൂ ടു നോർമൽ വിയർ ആൻഡ് ടിയർ ഈസ് കോൾഡ് ആസ് ഡിപ്രീസിയേഷൻ ഓർ കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ. ആ രണ്ട് പേരും പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി വരുന്ന ടോപ്പിക്കുകളിൽ ആവശ്യമുള്ളതാണ്. കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാലും ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ കാര്യമാണ്. മൂലധന വസ്തുക്കൾ ഉപയോഗിച്ച് തുടർച്ചയായി ഉൽപാദനം നടത്തുമ്പോൾ ഇവയുടെ മൂല്യത്തിനുണ്ടാകുന്ന ശോഷണത്തെ തേയ്മാനം അല്ലെങ്കിൽ സ്ഥിര മൂലധനത്തിന്റെ ഉപഭോഗം എന്ന് പറയുന്നു. ഇവിടെ സ്ഥിര മൂലധനത്തിന്റെ ഉപഭോഗം എന്ന പേരുകൂടെ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. ഓക്കെ, ചില സമയങ്ങളിൽ തേയ്മാനം ഈ രീതിയിലായിരിക്കും ചോദിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ടോപ്പിക്കിന്റെ പേര് സ്റ്റോക്സ് ആൻഡ് ഫ്ലോസ്, ശേഖരങ്ങളും പ്രവാഹങ്ങളും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടെ ആദ്യം പഠിക്കേണ്ടത് എന്താണ് വേരിയബിൾ. വാട്ട് ഈസ് വേരിയബിൾ? എന്താണ് ചരം? എ വേരിയബിൾ ഈസ് എനിത്തിങ് ദാറ്റ് അണ്ടർഗോസ് ചേഞ്ചസ്. മാറ്റം വരുന്ന എന്തിനേയും ചരം എന്ന് പറയുന്നു. എന്താണ്? എ വേരിയബിൾ ഈസ് എനിത്തിങ് ദാറ്റ് അണ്ടർഗോസ് ചേഞ്ചസ്. മാറ്റം വരുന്ന എന്തിനേയും ചരം എന്ന് പറയുന്നു. ഇക്കണോമിക്സിൽ വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് ചരങ്ങളെന്ന് നോക്കാം. പ്രധാനമായിട്ടും ഇക്കണോമിക്സിൽ ഉപയോഗിക്കുന്ന വേരിയബിൾസ് താഴെ കൊടുക്കുന്നു, ശ്രദ്ധിച്ചോളൂ. നാഷണൽ ഇൻകം, ദേശീയ വരുമാനം. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, GDP. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, മൂലധന നിക്ഷേപം. പ്രൊഡക്ഷൻ, ഉൽപാദനം. കൺസംഷൻ, ഉപഭോഗം. ദെൻ മണി സപ്ലൈ, പണത്തിൻ്റെ പ്രദാനം. വേജസ്, വേതനം. എംപ്ലോയ്മെന്റ്, തൊഴിൽ. എക്സ്പെൻസസ്, ചെലവുകൾ. ഡിമാൻഡ്, ചോദനം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്ക്, എക്സെട്ര. ഇനിയും ഒരുപാട് വേരിയബിൾസിന് എക്സാമ്പിൾസ് പറയാൻ സാധിക്കും. അതിൽ കുറച്ച് മാത്രമാണ് ഞാനിവിടെ പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മാക്രോ ഇക്കണോമിക്സിൽ നമ്മൾ പഠിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പോയിന്റുകൾ മാത്രം പഠിച്ചു വെക്കുക. അപ്പോൾ എന്താണ് വേരിയബിൾ? വേരിയബിൾസിനുള്ള എക്സാമ്പിളുകൾ പഠിച്ചു. ഓക്കെ, ദീസ് വേരിയബിൾസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2. ചരങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. അതാണ് സ്റ്റോക്സ് ആൻഡ് ഫ്ലോസ്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റോക്സ്, സെക്കൻഡ് വൺ ഈസ് ഫ്ലോസ്. ശേഖരങ്ങളും പ്രവാഹങ്ങളും. ഓക്കെ, ഫസ്റ്റ് വൺ സ്റ്റോക്ക് എന്താണെന്ന് നോക്കാം. എന്താണ് ശേഖരം എന്ന് നോക്കാം. എ വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് എ പോയിന്റ് ഓഫ് ടൈം ഈസ് കോൾഡ് ആസ് സ്റ്റോക്ക്. എന്താണ്? എ വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് എ പോയിന്റ് ഓഫ് ടൈം ഈസ് കോൾഡ് സ്റ്റോക്ക്. ഒരു നിശ്ചിത സമയബിന്ദുവിൽ അളന്നു തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഒരു ചരത്തിനെ ശേഖരം എന്ന് പറയുന്നു. ഒരു നിശ്ചിത സമയബിന്ദുവിൽ അളന്നു തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഒരു ചരത്തിനെ ശേഖരം എന്ന് പറയുന്നു. ഓർത്തു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, സ്റ്റോക്ക് ഈസ് എ സ്റ്റാറ്റിക് കോൺസെപ്റ്റ്. ശേഖരം ഒരു സ്ഥിര ആശയമാണ്. എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് കോൺസെപ്റ്റ്. ശേഖരം ഒരു സ്ഥിര ആശയമാണ്. ഇറ്റ് ഹാസ് നോ ടൈം ലിമിറ്റ്. ഇതിന് സമയപരിധി ഇല്ല. ഓക്കെ, 3 പോയിന്റുകളാണ് പഠിച്ചു വെക്കേണ്ടത്. എ വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് എ പോയിന്റ് ഓഫ് ടൈം ഈസ് കോൾഡ് സ്റ്റോക്ക്. ഒരു നിശ്ചിത സമയബിന്ദുവിൽ അളന്നു തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഒരു ചരത്തിനെയാണ് ശേഖരം എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് കോൺസെപ്റ്റ്. ശേഖരം ഒരു സ്ഥിര ആശയമാണ്. തേർഡ് പോയിന്റ്, ഇറ്റ് ഹാസ് നോ ടൈം ലിമിറ്റ്. ഇതിന് സമയപരിധി ഇല്ല. ഓക്കെ, എക്സാമ്പിളുകളുടെ നമുക്ക് നോക്കാം, ശ്രദ്ധിച്ചോളൂ. വെൽത്ത്, സമ്പത്ത്. ക്യാപിറ്റൽ, മൂലധനം. മണി സപ്ലൈ, പണത്തിൻ്റെ പ്രദാനം. ഇൻവെന്ററി,
ഫുഡ് ഗ്രെയിൻ സ്റ്റോക്ക് ഭക്ഷ്യധാന്യ ശേഖരം, ബാങ്ക് ഡെപ്പോസിറ്റ് ബാങ്ക് നിക്ഷേപം, ഫോറിൻ കറൻസി റിസർവ് വിദേശ നാണയ കരുതൽ ശേഖരം. ഓക്കെ, ഇവിടെ സ്റ്റോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക ടൈം പോയിന്റിലായിരിക്കും. ഓക്കെ, സമയ ബിന്ദുവിലായിരിക്കും ഇത് അളന്ന് തിട്ടപ്പെടുത്തുന്നത്. അത്തരം ചരങ്ങളെയാണ് അല്ലെങ്കിൽ അത്തരം വേരിയബിളിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിളുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കാരണം ചില സമയങ്ങളിൽ എക്സാമിന് ചോദിക്കാറുണ്ട്. വേരിയബിൾസ് നിങ്ങൾക്ക് താഴെ തരും ആൻഡ് കാറ്റഗറൈസ് ഇറ്റ് ആസ് സ്റ്റോക്സ് ആൻഡ് ഫ്ലോസ് എന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. ശേഖരങ്ങളും പ്രവാഹങ്ങളും 2 കോളങ്ങളാക്കി തിരിച്ചുകൊണ്ട് ഈ വേരിയബിൾസിനെ തരംതിരിക്കാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ എക്സാമ്പിളുകൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി എന്താണ് ഫ്ലോ എന്ന് നോക്കാം. ഓക്കെ, ഫ്ലോ വേരിയബിൾ എന്താണെന്ന് നോക്കാം. ശ്രദ്ധിച്ചോളൂ. എ വേരിയബിൾ ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം ഈസ് കോൾഡ് ഫ്ലോ. ഒരു നിശ്ചിത കാലയളവിൽ അളന്ന് തിട്ടപ്പെടുത്താവുന്ന ചരത്തെ പ്രവാഹം എന്ന് പറയുന്നു. എന്താണ്? എ വേരിയബിൾ ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം ഈസ് കോൾഡ് ആസ് ഫ്ലോ. ഒരു നിശ്ചിത കാലയളവിൽ അളന്നു തിട്ടപ്പെടുത്താവുന്ന ചരത്തെ പ്രവാഹം എന്ന് പറയുന്നു. ഇറ്റ് ഈസ് എ ഡൈനാമിക് കോൺസെപ്റ്റ്. ഇത് ചലനാത്മകമായ ഒരു ആശയമാണ്. തേർഡ് പോയിന്റ്, ഇറ്റ് ഈസ് മെഷേർഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഇതിന് സമയപരിധി ഉണ്ട്. ഓക്കെ, പോയിന്റുകൾ ഓക്കെ ആണല്ലോ. സ്റ്റോക്ക് സ്റ്റാറ്റിക് കോൺസെപ്റ്റ് ആയിരുന്നു, സ്ഥിര ആശയമായിരുന്നു. എന്നാൽ ഫ്ലോയോ ഡൈനാമിക് കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ചലനാത്മകമായ ഒരാശയമാണ് പ്രവാഹം. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ് എന്തായിരുന്നു? സ്റ്റോക്ക് ദർ ഹാസ് നോ ടൈം ലിമിറ്റ്. സമയപരിധി ഇല്ലായിരുന്നു. എന്നാൽ ഫ്ലോ പ്രവാഹത്തിന്റെ കാര്യത്തിൽ എന്താണ്? ഇറ്റ് ഈസ് മെഷേർഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഇതിന് സമയപരിധി ഉണ്ട്. ഓക്കെ, എക്സാമ്പിളുകൾ നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ. നാഷണൽ ഇൻകം ദേശീയ വരുമാനം, കൺസംഷൻ ഉപഭോഗം, ക്യാപിറ്റൽ ഫോർമേഷൻ മൂലധന സ്വരൂപണം. ഓക്കെ, ശ്രദ്ധിക്കണം. ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം എന്ന് വെച്ചാൽ അത് ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? സ്റ്റോക്ക്, ശേഖരങ്ങളുടെ താഴെ വരുന്നതാണ്. എന്നാൽ ക്യാപിറ്റൽ ഫോർമേഷനോ മൂലധന സ്വരൂപണോ അത് ഫ്ലോ ആണ്, ഫ്ലോ വേരിയബിൾ ആണ്, പ്രവാഹങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സ് കയറ്റുമതിയും ഇറക്കുമതിയും, ബോറോവിങ്സ് വായ്പകൾ, ഇൻകം ഓഫ് ദി ഹൗസ് ഹോൾഡ് കുടുംബത്തിൻ്റെ വരുമാനം, നെക്സ്റ്റ് സേവിങ്സ് ഓഫ് എ ഹൗസ് ഹോൾഡ് ഒരു കുടുംബത്തിൻ്റെ സമ്പാദ്യം. ഇതൊക്കെയാണ് ഫ്ലോ, പ്രവാഹത്തിനുള്ള എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിളും പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് സ്റ്റോക്ക് ആൻഡ് ഫ്ലോസ് എങ്ങനെ പറയാം? അതായത് ഒരു പ്രത്യേക സമയ ബിന്ദുവിൽ അളന്ന് തിട്ടപ്പെടുത്തുന്നതാണ് സ്റ്റോക്ക് അല്ലെങ്കിൽ ശേഖരങ്ങൾ എന്ന് പറഞ്ഞാൽ. എന്നാൽ പ്രവാഹങ്ങൾ അല്ലെങ്കിൽ ഫ്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടൈം പീരിയഡ് ഉണ്ടായിരിക്കും, ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ വരെ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ. ഓക്കെ, ഒരു ടൈം പീരിയഡ് ഉണ്ടായിരിക്കും, ഒരു സ്റ്റാർട്ടിംഗ് പീരിയഡ് ഉണ്ടായിരിക്കും, ഒരു എൻഡിങ് പീരിയഡും ഉണ്ടായിരിക്കും. അതിനെയാണ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ആ സ്റ്റാർട്ടിംഗ് പീരിയഡിൽ നിന്ന് എൻഡിങ് പീരിയഡ് വരെയുള്ള സമയത്തിനിടയിലുള്ള അളന്ന് തിട്ടപ്പെടുത്തുന്ന വേരിയബിൾസിനെയാണ് ഫ്ലോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? സിമ്പിൾ ആണ്. The distinction between stocks and flows can be easily understood by comparing the action of a still camera. ഒരു സ്റ്റിൽ ക്യാമറ നമുക്ക് എടുക്കാം. ഒരു ക്യാമറയുടെ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ അനുബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് കാര്യങ്ങളെയും തരംതിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ക്യാമറയിൽ സ്റ്റിൽ ഫോട്ടോ എടുക്കുന്നു. നിങ്ങൾ എപ്പോഴാണോ ഫോട്ടോ എടുക്കുന്നത് അത് അവിടെ സ്റ്റോക്കാണ്. ഇപ്പോൾ നിങ്ങൾ 5 മണിക്കാണ് ഫോട്ടോ എടുക്കുന്നത്, അവിടെ ആ ടൈം പോയിന്റ് നോക്കൂ, 5 മണിയാണ്. ഓക്കെ, 5 ആണ്, അത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. എന്നാൽ അതേ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട്
നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ആ വീഡിയോ തുടങ്ങുന്നതും അവസാനിക്കുന്നതിനും ഇടയിൽ ഒരു ടൈം പീരിയഡ് ഉണ്ട് അല്ലേ? ഓക്കെ, നിങ്ങൾ 5 മണിക്ക് വീഡിയോ ഓൺ ചെയ്തു, ഒരു 6 മണി വരെ വീഡിയോ വർക്ക് ചെയ്യുന്നു. അപ്പോൾ 1 മണിക്കൂറാണ് അതിനിടയിലുള്ള സമയം, ടൈം പീരിയഡ് അവിടെ ഉണ്ട് അല്ലേ? അതാണ് നമ്മൾ പറഞ്ഞത്, ഇതിന് സമയപരിധി ഉണ്ട്. ഇറ്റ് ഈസ് മെഷേർഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. നാഷണൽ ഇൻകത്തിൻ്റെ കാര്യം നോക്കൂ നിങ്ങൾ, 1 വർഷത്തിലാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 1 വർഷത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ആ ടൈം പീരീഡിലാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പോയിന്റ് ഓക്കെ ആണോ? അപ്പോൾ ഒരു ക്യാമറയുടെ ആക്ഷനോട് നമ്മൾ ഉപമിച്ചു, എന്നിട്ട് ഡിസ്റ്റിങ് ചെയ്തു എന്താണ് സ്റ്റോക്ക്, എന്താണ് ഫ്ലോ. നമുക്ക് എങ്ങനെ പറയാം? The distinction between stocks and flows can be easily understood by comparing the action of a still camera, which records position at a point of time, with that of video camera, which records positions during a period of time. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. നിങ്ങൾ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ സമയത്താണ്, ആ സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമിലാണ് അത് എടുക്കുന്നത്. എന്നാൽ വീഡിയോ ആണെങ്കിൽ അതിനൊരു സ്റ്റാർട്ടിംഗ് ഉണ്ട്, ഒരു എൻഡിങ് പോയിന്റ് ഉണ്ട്, അതിനിടയിലുള്ള ടൈം പീരിയഡ് ആണ് കണക്കിലെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റോക്ക്, എന്താണ് ഫ്ലോ എന്ന് പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്? ഫൈനൽ ഗുഡ്സ്, അന്തിമ ഉൽപ്പന്നങ്ങൾ. സെക്കൻഡ്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ്, അന്തരാള ഉൽപ്പന്നങ്ങൾ. തേർഡ്, കൺസംഷൻ ഗുഡ്സ്, ഉപഭോഗ വസ്തുക്കൾ. ഫോർത്ത്, ക്യാപിറ്റൽ ഗുഡ്സ്, മൂലധന വസ്തുക്കൾ. ഫിഫ്ത്ത്, ഡിപ്രീസിയേഷൻ, തേയ്മാനം ഓർ കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ, സ്ഥിര മൂലധനത്തിന്റെ ഉപഭോഗം. ലാസ്റ്റ് വൺ, സ്റ്റോക്സ് ആൻഡ് ഫ്ലോസ്, ശേഖരങ്ങളും പ്രവാഹങ്ങളും. ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇന്നെടുത്ത ഭാഗങ്ങൾ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.